ലൈവ് ന്യൂസ് പുതുക്കാട്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കഴിഞ്ഞ് പുതുക്കാട് നിന്ന് മുപ്ലിയം ഭാഗത്തേക്ക് പോകാൻ 1 മണിക്കൂർ കാത്തിരിക്കണം. 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ബസ് കിട്ടുന്നത്. ഏത് പാർട്ടി ജയിച്ചു വന്നാലും, സുരേഷ് ഗോപി ജയിച്ചു വന്നു, മാർക്സിസ്റ്റ് ജയിച്ചു വന്നാലും, കോൺഗ്രസ് വന്നാലും ഒരു കാര്യമില്ല. അവിടെ വന്ന് നിന്ന് കുറെ നേരം നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു ബസ് കിട്ടും. പുതുക്കാട് നിന്ന് മുപ്ലിയം ഭാഗത്തേക്ക് വൈകിട്ട് 3:50 ഒരു KSRTC പോയാൽ പിന്നെ ബസ് കാത്ത് 1 മണിക്കൂർ നിൽക്കണം. 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് പോകേണ്ട കുട്ടികളും അതേസമയം ജോലി കഴിഞ്ഞ് പോകേണ്ടവർക്കും ആമ്പല്ലൂരും പുതുക്കാടുമായി 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സമയം ബസ് സ്റ്റോപ്പിലുണ്ടാവുക. ബസ് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഓടിക്കയറാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന തിക്കിലും തിരക്കിലും അപകടങ്ങൾ ഉണ്ടാകുന്നത് സ്ഥിരം കാഴ്ചയാണ്. ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും അവർക്ക് വിലപ്പെട്ട 1 മണിക്കൂർ സമയമാണ് പാഴായി പോകുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് 4 മണിക്കും 4:30 ഇടയിൽ ഒരു KSRTC ബസ് സർവീസ് നടത്തണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. 3:50 ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ 4:50 നമുക്കൊരു ബസ് ഉള്ളൂ. അതിലാണെങ്കിൽ ചവിട്ടി കൂട്ടി നിന്ന് ഫുട്ബോളിന് നിന്നിട്ട് വേണം പണി. പകുതി ആൾക്കാർ കയറും, പകുതി ആൾക്കാർ കയറില്ല. എല്ലാവരും പിന്നെ അതിന്റെ പിന്നേക്ക് 5-10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ ബസ് ഉണ്ട്. അതിന്റെ ഇടയിലാണ് ബസ് ഇല്ലാത്തത്. ഞങ്ങൾ ജോലിക്കാരൊക്കെ എന്തൊരു ബുദ്ധിമുട്ടിട്ടാണ് ഇത് പോകണമെന്നറിയാം. ഒരു പാർട്ടിക്കാർക്കും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഏത് പാർട്ടി ജയിച്ചു വന്നാലും, സുരേഷ് ഗോപി ജയിച്ചു വന്നു, മാർക്സിസ്റ്റ് ജയിച്ചു വന്നാലും, കോൺഗ്രസ് വന്നാലും ഒരു കാര്യമില്ല. ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ജനങ്ങൾ എല്ലാവർക്കും വണ്ടി ഉണ്ടായിട്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ ജോലിക്കാർ കുറെ ആൾക്കാര് സാധാരണക്കാരാണ്. അപ്പൊ വണ്ടി ഓടിച്ചു പോണവരല്ല, അപ്പൊ ബസ്സിനെ ആശ്രയിച്ചു പോണവരാ. അപ്പൊ ഞങ്ങൾക്ക് ഇതിനിടയിൽ ഒരു ബസ് കിട്ടണം, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് 3:50 കഴിഞ്ഞ പിന്നെ 4:50 ബസ്സുള്ളൂ. അത് തൃശ്ശൂരിൽ നിന്ന് തന്നെ കമ്പൈൻ ആയതുകൊണ്ട് അതിൽ കയറാനൊന്നും പറ്റില്ല. പിന്നത്തെ ബസ്സിനെ ആശ്രയിക്കണം. 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ബസ് കിട്ടുന്നത്. അതുമാതിരി തന്നെ പുതുക്കാടുന്നും അതിനിടയ്ക്കുള്ള പിള്ളേരുകള്, കോളേജ് പിള്ളേരുകളും സ്കൂൾ പിള്ളേര് മുഴുവനും ഈ ബസ്സില്ലാത്ത അവസ്ഥയിൽ തന്നെയാണ്. അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കാൻ, തീരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ശ്രമിക്കണം. ഞങ്ങൾ 4 മണിക്കൊക്കെ വന്ന് ചിലപ്പോ 1 മണിക്കൂർ നേരം വരെ നിൽക്കേണ്ട ഒരു ഗതികേടാ. അവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വരികയാണ്. അവിടെ വന്ന് നിന്ന് കുറെ നേരം നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു ബസ് കിട്ടണം. ഒരു 4:45 ഒരു കമ്പൈയുണ്ട്. അതിലാണ് ഈ കുട്ടികളുടെ തിരക്ക് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും കയറാനോ ഒന്നും പറ്റില്ല. അത് കാരണം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ 5 മണിയുടെ ബസ്സിലാണ് ഞങ്ങൾ പോണത്. 1 മണിക്കൂർ നേരമൊക്കെ ഞങ്ങൾക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഞങ്ങൾക്കൊരു ബസ് ഈ സമയത്ത് ഒരെണ്ണം കൂടുതലായിട്ട് ഇട്ട് തന്നിരുന്ന സൗകര്യപ്രദമായിരുന്നു. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.